ഈശോമിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. നമ്മുടെ അമ്മയായ പരിശുദ്ധ മറിയത്തിന്റെ സ്വർഗാരൂപിത തിരുനാളിന്റെയും സ്വാതന്ത്ര്യ ദിനത്തിന്റെയും എല്ലാവിധ മംഗളാശംസകളും നേരുന്നു. ദൈവമക്കളായ നമ്മെ സംബന്ധിച്ചിടത്തോളം മാതാവിന്റെ സ്വർഗാരോപിത തിരുനാളിന് വളരെയേറെ പ്രാധാന്യമുണ്ട്. 1950 നവംബർ 1 12ാം പിയൂസ് പാപ്പ കത്തോലിക്ക സഭയിൽ മാതാവിന്റെ സ്വർഗാരോപിത തിരുനാൾ വിശ്വാസ സത്യമായി പ്രഖ്യാപിച്ചത്. 7ാം നൂറ്റാണ്ട് മുതൽ ഡോർമേഷൻ ഓഫ് മദർ ഓഫ് ഗോഡ്, ദൈവമാതാവിന്റെ ഗാഠനിദ്ര എന്ന പേരിലാണ് ഈ തിരുനാൾ ആചരിച്ചിരുന്നത്. 8ാം നൂറ്റാണ്ടിൽ ജീവിച്ചിരുന്ന സെന്റ് ജോൺ ഓഫ് ദമാസ്കസ് പരിശുദ്ധ അമ്മയുടെ സ്വർഗാരോപണത്തെ പറ്റി ഇപ്രകാരമാണ് പറഞ്ഞിരിക്കുന്നത്. പരിശുദ്ധ അമ്മ അമലോൽഫിയായി ജനിച്ച് മരണം വരെ വിശുദ്ധിയിൽ ജീവിച്ച് ദൈവപുത്രന് ജന്മം കൊടുത്തു വളർത്തി മരണം വരെ വിശുദ്ധി കാത്തു സൂക്ഷിച്ച പരിശുദ്ധ അമ്മയുടെ ശരീരത്തെ അഴുകിപ്പോകുവാൻ കർത്താവ് അനുവദിച്ചില്ല എന്നാണ്. എഫെസോസിലോ ജെറുസലേമിലോ വെച്ച് അപ്പോസ്തലന്മാരുടെ സാന്നിധ്യത്തിലാണ് പരിശുദ്ധ അമ്മ മരിച്ചടക്കപ്പെട്ടതായി സഭയുടെ വിശ്വാസ പാരമ്പര്യം കണ്ടുവരുന്നത്. ജീവിതത്തിൽ സഹനങ്ങൾ ഒന്നിനു പുറകെ ഒന്നായി വന്നപ്പോഴെല്ലാം ഇതാ കർത്താവിന്റെ ദാസി, നിന്റെ ഇഷ്ടം എന്നിൽ നിറവേറട്ടെ എന്ന് പറഞ്ഞ് പൂർണ്ണമായി ദൈവത്തിന് സമർപ്പിച്ചുകൊണ്ട് തന്റെ പ്രിയപുത്രന്റെ ജനനം മുതൽ കുരിശും ചുമന്നുകൊണ്ട് കാൽവരി മലയിൽ ക്രൂശിതനായ ആ തിരുശരീരം തന്റെ മടിയിൽ കിടത്തിയപ്പോഴും മാതൃസ്നേഹത്തിന്റെ വാത്സല്യത്തിൽ സഹനത്തെ നെഞ്ചോട് ചേർത്ത് പിടിച്ച അമ്മ. പരിശുദ്ധ അമ്മയുടെ സ്വർഗാരോപണം നമ്മെ അനുസ്മരിപ്പിക്കുന്നത് പരിപൂർണ സ്വാതന്ത്ര്യമാണ്. പാപത്തിന് മേൽ വിജയം വരിക്കുകയും സ്വർഗാരോപണത്തിലൂടെ മരണത്തെ പരാജയപ്പെടുത്തുകയും ചെയ്തു. നാം ഇന്ന് 79ാം സ്വാതന്ത്ര്യ ദിനം ആഘോഷിക്കുന്നു. സ്വാതന്ത്ര്യം നമ്മുടെ അവകാശവും ഉത്തരവാദിത്വവും കൂടിയാണ്. ആഴമേറിയ ദൈവസ്നേഹവും മനുഷ്യ സ്നേഹവുമാണ് സ്വാതന്ത്ര്യത്തിന്റെ മൂലക്കല്ല്. എല്ലാവർക്കും സ്വാതന്ത്ര്യദിന ആശംസകൾ.